നമസ്കാരം. മലയാളം റാപ്പർ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലുമൊക്കെ ഓരോരുത്തരും പറഞ്ഞു കൂട്ടുന്നതും എഴുതി കൂട്ടുന്നതും ഒക്കെ കാണുമ്പോൾ ചിരിയല്ല പൊട്ടിച്ചിരിയാണ് വരുന്നത്. വേടനെ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നവർക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. വേടനെ വലിയ രീതിയിൽ വാർത്തയാക്കുന്നവർക്ക് ഒരു ലക്ഷ്യവുമുണ്ട്. അതെന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. തുടക്കം തന്നെ പറയട്ടെ, കഞ്ചാവ് അത് 1 ഗ്രാം ആണെങ്കിൽ പോലും ആരുടെ കയ്യിൽ നിന്നെങ്കിലും പിടികൂടിയാൽ അവർക്കെതിരെ കേസെടുക്കണം, യാതൊരു തർക്കവുമില്ല, അതെന്തായാലും. അപ്പോ ഈ മലയാളി റാപ്പറായിട്ടുള്ള നമ്മുടെ വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് 6 ഗ്രാം കഞ്ചാവാണ്. NDPS ആക്ട് പ്രകാരം സ്മോൾ ക്വാണ്ടിറ്റിയാണ്, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസൊക്കെയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, മാധ്യമങ്ങൾക്കും അറിയാം. എന്നിട്ടും മാധ്യമങ്ങൾ ഒരു 10-100 കിലോ ഒക്കെ പിടിച്ച ഒരു ഡ്രഗ് മാഫിയ കിങ്ങിനെയൊക്കെ പ്രസന്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ വേടനെ പ്രസന്റ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് എന്ന് ആദ്യം തന്നെ പറയാം. അത് പലർക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലൊക്കെ എഴുതിയിടുന്നത്. മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ പറ്റുന്ന എന്ത് കിട്ടിയാലും, എന്ത് ഉപാധി കിട്ടിയാലും അവരത് എടുത്ത് ഉപയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിവിടെ വലിയ മഹാദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ? അത്തരം ദുരന്തങ്ങളൊക്കെ സംഭവിക്കാൻ നേരത്ത് നമ്മുടെ മാധ്യമങ്ങൾ എന്ത് സ്റ്റാൻഡാണ് സ്വീകരിക്കാറുള്ളത്? അതായത് ഒരു വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു വലിയ അപകടം സംഭവിച്ചാൽ അവിടെ പോയി ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരുടെ വേദന അവർ മാർക്കറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ ശവടക്കിന്റെ സമയത്താണെങ്കിലോ, ആരാണോ മരിച്ചത് ആ മരിച്ചവരുടെ കൂടപ്പറപ്പുകൾ ചുറ്റുമിരുന്ന് കരയുന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ ക്യാമറ വെച്ചുകൊണ്ട് ഒരു മൈക്കും കുത്തിക്കയറ്റിക്കൊണ്ട് റേറ്റിംഗ് കയറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. യാതൊരു മനുഷ്യത്വവും ഇല്ലാത്തവരാണ് ഇവർ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലഹരിക്ക് എതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ വാർത്തയൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അത് തുടക്കം തന്നെ പറയട്ടെ. കാരണം 10 കിലോ 20 കിലോ ഒക്കെ കഞ്ചാവ് പലരുടെ കയ്യിൽ നിന്നും പിടികൂടുമ്പോൾ അതൊക്കെ ചെറിയ ബോക്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എന്തിന് ഇത്രയും വലിയ ശുഷ്കാന്തി ഒന്നും അവരെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നില്ലല്ലോ. അപ്പൊ അവർ ഇവിടെ ഇത് കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. പ്രത്യേകിച്ച് വേടൻ ഇപ്പോൾ നല്ല റേറ്റിംഗ് ആണ്. വേടന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ അത് ഇവർക്ക് റേറ്റിംഗ് ഉയർത്താൻ പറ്റും. മാർക്ക് റേറ്റ് ഉയർത്തുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ മത്സരിക്കുകയാണ്. 6 ഗ്രാം കഞ്ചാവ് ഫ്ലാറ്റിൽ നിന്ന് പിടികൂടുന്നു, അയാളുടെ കയ്യിൽ നിന്ന് പോലല്ല പിടികൂടുന്നു. അങ്ങനെ പിടികൂടിയ കേസിൽ അറസ്റ്റിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളുടെ റേറ്റിംഗ് ഉയരും. അത് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി രാസലഹരിയാണ്, സിന്തറ്റിക് ലഹരിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പലരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, പല കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. അപ്പൊ അതിൽ നിന്ന് വഴി തിരിച്ചുവിടുന്ന ഒരു സെറ്റപ്പാണ് ഈ കഞ്ചാവ് കേസിൽ. ഇതിന്റെ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉപയോഗിച്ച് ഈ കഞ്ചാവ് കേസിൽ ഇവരെ പിടികൂടുന്ന സംഭവം നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോ ഇതിങ്ങനെ ആഘോഷമാക്കുന്നതിൽ സ്വാഭാവികമായിട്ടും വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. ഈ പോലീസുകാർക്ക് എക്സൈസുകാർക്ക് പ്രത്യേകിച്ച് ഒരു അസുഖമുണ്ട്. ഇവർ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ പിടികൂടി കഴിഞ്ഞാൽ അപ്പോൾ മാധ്യമങ്ങൾ വിളിച്ച് പറയും ഞങ്ങൾ ഇന്ന ആളെ പിടികൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് അവർക്ക് മുമ്പിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യും. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവർക്കും ഒരു മുഖം കാട്ടാൻ കിട്ടുന്ന അവസരമാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് റേറ്റിംഗ് കൂട്ടാനും കിട്ടുന്ന അവസരമാണ്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും. പക്ഷേ മാർക്കറ്റിംഗ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഈ ഇത്തരത്തിൽ ഒരാളെ വേട്ടയാടുന്നത് എങ്ങനെയാണ് വേട്ടയാടുന്നത്? കഞ്ചാവ് തുന്നിയിട്ട ഉപ്പായം ഒരു മാധ്യമം കൊടുത്ത ടാഗ് ലൈനാണ് വേടന്. അങ്ങനെയുള്ള ടാഗ് ലൈനുകൾ കൊടുത്തുകൊണ്ട് ഒരാളെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് തീർത്തും മോശമാണെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അയാളുടെ നിറമാണ് പ്രശ്നം, അയാളുടെ ജാതിയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വേറൊരു വിഭാഗം വന്നിട്ടുണ്ട്. ഇതിങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ ഉള്ളില് ആണ് സത്യത്തിൽ പ്രശ്നമുള്ളത്. അങ്ങനെ പറയുന്ന ആളുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ ഭയക്കേണ്ടത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ടും വേറെ ഇങ്ങനെ ഒരു അവകാശവാദം ഒന്നും ഉന്നയിച്ചിട്ടില്ല. അപ്പൊ ഒരാളെ പിടിക്കുമ്പോൾ അയാളെ പിടിക്കാനുള്ള കാരണം ജാതിയാണ്, മതമാണ് എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. അയാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ റൂമിൽ നിന്ന് കഞ്ചാവ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കണം. അതിലൊരു യാതൊരു തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഇത്രയൊന്നും ആഘോഷമാക്കി മാറ്റേണ്ടതുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റു പലരെയും പല കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുമ്പോഴും അവർക്കൊന്നും അല്ലെങ്കിൽ അവരിലൊന്നും കാണാത്ത ഒരു പ്രത്യേകത എന്താണ് വേടനിൽ കാണുന്നത് എന്നത് നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേടന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേടൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയാളൊരു പരിപാടിയിൽ ഇത്തരത്തിൽ സിന്തറ്റിക് ലഹരി ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അയാളത് അവിടെ നിന്ന് പറയുന്ന ആ വീഡിയോ വലിയ വൈറലുമായിരുന്നു. അപ്പൊ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുകൊണ്ടാണ് ഇപ്പൊ ഇവര് നല്ല രീതിയിൽ ആക്രമണം നടത്തുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ,
ഈ വേടനെ ആക്രമിക്കുന്ന ചില മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് അയാൾ ആക്രമിക്കാൻ ചില കാരണങ്ങളുണ്ട്. എന്താണ്? അയാൾ പറയുന്ന രാഷ്ട്രീയം, അയാളുടെ വായിൽ നിന്ന് വരുന്ന, അയാളുടെ റാപ്പ് സോങ്ങുകളിൽ നിന്ന് വരുന്ന ഒരു രാഷ്ട്രീയം, അതിനെ പല മാധ്യമങ്ങളും ഭയപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊക്കെ, എല്ലാ മാധ്യമങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് റാപ്പർ വേടനെ ഒതുക്കേണ്ടതുണ്ട്. റാപ്പർ വേടനോട് അവർക്ക് വല്ലാത്ത രീതിയിലുള്ള പല വിദ്വേഷമുണ്ട്. അതാണ് ഇവർ ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പൊതുവെ വേടനോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ നല്ലൊരു കലാകാരനാണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഈ കഞ്ചാവ് പോലുള്ള ഇത്തരം ലഹരികളുടെ പിടിയിലേക്ക് നിങ്ങൾ അമർന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം, നിങ്ങളുടെ റാപ്പർ സോങ്ങിനുള്ള ഒരു പവർ, അത് ഒരു വേറെ ലെവലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കലാകാരൻ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാതെ ഇത്തരം ഈ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കി ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കും കേട്ടോ. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പത്രം വരുത്തുന്നതാണെങ്കിൽ ആ പത്രം ഒന്ന് എടുത്തൊന്ന് തിരിച്ചു മറച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് ഓൺലൈൻ ന്യൂസുകൾ കാണാം, ആ ഓൺലൈൻ പോർട്ടലുകൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എത്രയോ ലഹരി അറസ്റ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും കൊടുക്കാത്തൊരു പ്രാധാന്യം മാധ്യമങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം വേറൊന്നുമല്ല, അതായത് വേടനെ വെച്ചുകൊണ്ട് റേറ്റിംഗ് ഉയർത്തുക എന്നത് മാത്രമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നമ്മുടെ സർക്കാർ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ നല്ല ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു PR സ്റ്റണ്ട് നമ്മുടെ എക്സൈസും പോലീസും നടത്തരുത് എന്നത് ഒരു അഭ്യർത്ഥനയാണ്. മാത്രമല്ല, ഇപ്പൊ എന്താണ് ചിലത് കാണുന്നത്, നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള രോഗം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പിടികൂടുകയാണ്, ഏതെങ്കിലും കഞ്ചാവ് കേസാവട്ടെ അല്ലെങ്കിൽ സിന്തറ്റിക് കേസാവട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പിടികൂടുകയാണെങ്കിൽ ആരാണ് പറഞ്ഞു തന്നത്, ആരാണ് ഈ വിവരം വെളിപ്പെടുത്തിയത് എന്നുകൂടി വെളിപ്പെടുത്താൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് വല്ലാത്തൊരു ആക്രാന്തമാണ്. ദയവ് ചെയ്ത് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. പല ആളുകളും ഇത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ പേരും നിങ്ങൾ പുറത്ത് വിട്ടുകൊണ്ട് റേറ്റിംഗ് ഉയർത്തരുത്. അവരുടെ ജീവൻ കൂടി നിങ്ങൾ ഈ ലഹരി മാഫിയകൾ എടുക്കുന്ന നിലയിലേക്ക് നിങ്ങൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ അരുൺകുമാർ അയാള് ഒരു വാർത്ത പ്രസന്റ് ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്, ഇന്നയാള് ഇന്നെ പറഞ്ഞത് അതാണ്, മറ്റാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇതൊക്കെ ഒരു രസമാണ്, AC റൂമിലിരുന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പുറത്തേക്ക് പോകുമ്പോൾ അവർ നേരിടാൻ പോകുന്ന അപകടം എത്രത്തോളമാണെന്ന് പല മാധ്യമ പ്രവർത്തകരും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ചിരിപടർത്തിയ കാര്യം ഇതൊന്നുമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ വേടനായിട്ട് ആക്രമിക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മീറ്റ് എഡിറ്റേഴ്സ്, അല്ലാത്ത എഡിറ്റേഴ്സ്, മറ്റെഡിറ്റേഴ്സ്, മറിച്ച് എഡിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നിട്ട് അതൊക്കെ അങ്ങ് വെളുപ്പിക്കുക. ഒരു വല്ലാത്ത തൊലിക്കെട്ടി തന്നെയാണ് ഇതൊന്നും പറയാതെ വയ്യ. അതിനകത്ത് അങ്ങനെയൊക്കെ ഇന്ന് വെളുപ്പിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറയണമെങ്കിലും ഒരു നിസാര തൊലിക്കെട്ടിയൊന്നും പോരാ എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും വേടൻ വിഷയത്തിൽ ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ വേടനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാധ്യമ വേട്ട അത് ഇച്ചിരി കൂടുതലാണ് എന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ എന്താ പറയാ ന്യായീകരിക്കുകയാണ് എന്നൊന്നും ആർക്കും തോന്നണ്ട. ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇത് കേസെടുക്കണം. പക്ഷേ കഞ്ചാവ് തുങ്ങിയിട്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞ് ഒരാളെ ആക്രമിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.